ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ വീഡിയോസിന് താഴെ അതേപോലെ തന്നെ നമ്മളെ ഒരുപാട് കമന്റ്സ് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. കുട്ടികൾ ഭയങ്കര ടെൻഷനിലാണ് അല്ലെ? എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മളുടെ ഈ RRB റീജിയണൽ റൂറൽ ബാങ്കുകൾ കുറച്ച് സ്റ്റേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മെർജ് ചെയ്തിട്ടുണ്ട്. കേട്ട് കാണും. അപ്പൊ ഈ മെർജ് ചെയ്ത് കഴിഞ്ഞപ്പോ വേക്കൻസീസ് കുറയോ? എക്സാം ക്യാൻസൽ ചെയ്യോ? IBPS കലണ്ടർ റിവൈസ് ചെയ്യാൻ പോകുന്നു. ഈ കൊല്ലം എക്സാമുകൾ ഇല്ല, റിക്രൂട്ട്മെന്റ് ഇല്ല. എന്താണ് കേൾക്കുന്നത്? സാർ എക്സാം ഉണ്ടാവോ? ഞങ്ങൾ പഠിക്കണോ? ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട്. മക്കളെ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. RRB മെർജിങ് നടന്നിരിക്കുന്നത് കേരളത്തിലല്ല. കേരളത്തിൽ ആകെ ഒരൊറ്റ ബാങ്കേ ഉള്ളൂ RRBക്ക്. ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ബാങ്ക് KGB എന്ന് പറയുന്ന കേരള ഗ്രാമീൺ ബാങ്ക് മാത്രമേ ഉള്ളൂ. അത് ഓൾറെഡി മെർജിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒറ്റ ബാങ്കേ ഉള്ളൂ. അവിടെ ഓൾറെഡി വേക്കൻസീസ് കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട്. റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു കേരള ഗ്രാമീൺ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ക്ലർക്കിന്റെ അടുത്തോ ഓഫീസറുടെ അടുത്തോ മാനേജറുടെ അടുത്തോ മക്കളെ നിങ്ങൾ ചെന്ന് ചോദിക്കുക, സാർ ഇവിടെ വേക്കൻസീസ് ഉണ്ടോ? അവര് പറയും എന്തായാലും ഉണ്ട്, റിക്രൂട്ട്മെന്റ് നടക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? IBPS ഓൾറെഡി കലണ്ടർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതില് ഓൾറെഡി പറഞ്ഞ ഡേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചോട്ടെ. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ഇതുവരെ ഒഫീഷ്യൽ ആയിട്ട് ഒരു അനൗൺസ്മെന്റോ ഒരു കാര്യങ്ങളോ ഒന്നും IBPS പുറത്തു വിട്ടിട്ടില്ല. ഇതൊക്കെ റൂമേഴ്സ് ആണ്. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. പക്ഷെ IBPS ഓൾറെഡി ഒരു കലണ്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഔട്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട് ചെയ്ത കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും RRB എക്സാംസിന് ഓഫീസർ പോസ്റ്റുകളിലേക്കും ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കും റിക്രൂട്ട്മെന്റ് ഉണ്ട്. IBPS ഓഫീസർ പോസ്റ്റ് ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് എന്തായാലും റിക്രൂട്ട്മെന്റ് ഉണ്ട് ഇല്ലേ? ഇൻഷുറൻസ് എക്സാമുകൾ വരുന്നുണ്ട്. ഇനി വീണ്ടും SBA റിക്രൂട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇക്കൊല്ലം കുറച്ച് ആൾക്കാർ റിട്ടയർമെന്റ് നടത്തിയിട്ടുണ്ട്. അവരുടെ വേക്കൻസി ഫില്ല് ചെയ്യണം. ബാക്കിൽ SBAയും വരും. എല്ലാ എക്സാംസും എന്തായാലും ഉണ്ടാവും. അതിൽ ഒരു സംശയവും വേണ്ട. എല്ലാ എക്സാമുകളും എന്തായാലും ഉണ്ടാവും. അതിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ടൈം നഷ്ടപ്പെടുത്തി വെറുതെ ടെൻഷൻ അടിച്ച് എക്സാം ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കുന്നു. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളുടെ ഏകദേശം ഒരു 6 മാസം കഴിയാറായി. ഈ കൊല്ലം ഫസ്റ്റ് ഹാഫ് കഴിയാറായി. സെക്കൻഡ് ഹാഫിലാണ് എക്സാംസ് ഒക്കെ വരിക. ബാക്ക് ടു ബാക്ക് എക്സാം വരിക. IBPS വിളിക്കുന്നു, ക്ലർക്ക് PO, RRB ക്ലർക്ക് PO, LIC എക്സാംസ് എല്ലാം ഒരുമിച്ച് നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യും? എല്ലാം ഒരുമിച്ചാണ് വിളിക്കുക. മെജോറിറ്റി എക്സാംസ് അങ്ങനെയാണ് വരാറ്. എന്നാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? നോട്ടിഫിക്കേഷൻ വന്നിട്ടാണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്? എന്തിനാ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? നോട്ടിഫിക്കേഷന് വേണ്ടിട്ടോ? എക്സാം നടക്കുമോ ഇല്ലയോ എന്ന് അറിയാനാണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? മക്കളുടെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എക്സാം എന്തായാലും നടന്നിരിക്കും. കാരണം ആരുടെ ആവശ്യമാണ്? ബാങ്കുകളുടെ ആവശ്യമാണ് വേക്കൻസീസ് ഫില്ല് ചെയ്യണം. എന്നാലല്ലേ അവരുടെ വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ. നിങ്ങളെക്കാൾ ആവശ്യം ആർക്കാ? നിങ്ങളെ ബാങ്കുകൾക്കാണ്. അപ്പൊ അവരെന്തായാലും എക്സാം നടത്തും. അവർക്ക് വേക്കൻസീസ് ഫില്ല് ചെയ്യണം. IBPS എന്തായാലും എക്സാം നടത്തും. അതിൽ ഒരു സംശയവും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നടത്തിയിരിക്കും. ഈ കൊല്ലം തന്നെ നടത്തിയിരിക്കും. എക്സാം ലേറ്റ് ആയി. കഴിഞ്ഞ കൊല്ലം SBA ക്ലർക്കൊക്കെ ഞാൻ വിളിക്കുന്നു പറഞ്ഞു. വേക്കൻസീസ് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞു. എക്സാം കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ വന്നേ? തൊട്ട് മുന്നത്തെ വർഷത്തേക്കാൾ 427 വേക്കൻസി ഉണ്ടായിരുന്നെ. 10 ഇരട്ടി വേക്കൻസി ഏകദേശം SBA ക്ലർക്ക് വിളിച്ചത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കേരളത്തില് പഠിക്കാതിരുന്ന ആൾക്കാരൊക്കെ എന്തായി? അവരുടെ അവസ്ഥ ആലോചിച്ചു. ഒരുപാട് പേര് കരഞ്ഞ് എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. സാർ പഠിക്കാമായിരുന്നു, എളുപ്പമായിരുന്നു. കട്ട് ഓഫ് 1/2 മാർക്കിനാണ് ഞാൻ മിസ്സായത്. 2 മാർക്കിനാണ് ഞാൻ പ്രിലിംസ് മിസ്സായത്. ജോലി കിട്ടാനുള്ള അവസരമല്ലേ നഷ്ടപ്പെട്ടത്, അതും SBAയില്. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇവിടെ വരരുത് എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കേരള ഗ്രാമീൺ ബാങ്കില് ഒരു മെർജിങ്ങും നടക്കാൻ ഇനി ബാക്കിയില്ല. ഓൾറെഡി മെർജിങ് ഒക്കെ നടത്തി നല്ല സെറ്റ് ആയിട്ട് വർക്കിംഗ് ചെയ്യുന്ന ബാങ്കാണ് നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക്. അവിടെ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യും. എന്തായാലും എക്സാം നടക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ടില്ല. മെർജിങ് നമ്മളെ ബാധിച്ചിട്ടില്ല.
IBPS ക്ലർക്കിന്റെ ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു സർക്കുലർ അവരുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോംസിൽ, സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ വന്നിരുന്നു. വേക്കൻസീസിനെ കുറിച്ച്, വേക്കൻസീസ് ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഇനിയും കൂടുന്നു പറഞ്ഞ്. അതിനർത്ഥം എന്താ? IBPS ക്ലർക്കും ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, ഓഫീസർ പോസ്റ്റുകളിലേക്കും ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇതൊക്കെ ഫില്ല് ചെയ്യണ്ടേ? ഇൻഷുറൻസ് കമ്പനി LIC, ഓറിയന്റൽ തുടങ്ങി ന്യൂ ഇന്ത്യ, അതിന്റെ ഡെവലപ്മെന്റ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അതേപോലെ നമ്മളുടെ അസിസ്റ്റന്റ്, ഇതെല്ലാം വേക്കൻസി ഫില്ല് ആവാനുണ്ട്. ഇവിടേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കില്ലേ? എക്സാംസ് നടക്കില്ലേ? എന്നാണ് ഇനി വരുന്ന മാസങ്ങളിൽ ഇന്നൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ നാളെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും, ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷനും വരും, എക്സാംസും നടന്നിരിക്കും. നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഓട്ടായിരിക്കും. ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും, ക്രാഷ് കോഴ്സ് ഉണ്ടോ, നമുക്ക് പെട്ടെന്ന് പ്രിലിംസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം സർ, ഞങ്ങൾക്ക് അഡ്മിഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് പിള്ളേര് വിളിക്കും, പാനിക് ആയിട്ട് വിളിക്കും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ചുമ്മാ ഇരുന്ന് ഈ കലണ്ടർ റിവൈസ് ചെയ്യുന്നു, RRB എക്സാംസ് ക്യാൻസൽ ചെയ്യോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഡിമോട്ടിവേറ്റ് ചെയ്യാതെ ഇരുന്ന് പഠിച്ചൂടെ നിങ്ങൾക്ക് മക്കളെ? ധൈര്യമായിട്ട് ഇരുന്ന് പഠിക്ക്. എന്തായാലും എക്സാം വിളിച്ചിരിക്കും, അതിൽ 100% ഉറപ്പാണ് എക്സാംസ് നടന്നിരിക്കും. അതിലൊരു സംശയവും വേണ്ട. കാരണം ആവശ്യക്കാർക്കാണ്, ബാങ്കുകൾക്ക്. അവര് നോട്ടിഫിക്കേഷൻ വരും, എക്സാംസും നടക്കും, ഒരു 6 മാസം 7 മാസത്തിനുള്ളിൽ അവർ അപ്പോയിന്റ്മെന്റും നടത്തും. മിടുക്കന്മാരും മിടുക്കികളും ജോലി മേടിച്ചു പോകും. നമ്മൾ അവിടെ ഇരുന്ന് കരയും. അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരരുത്. നോട്ടിഫിക്കേഷൻ വന്നോട്ടെ, ധൈര്യമായിട്ട് IBPS നോട്ടിഫിക്കേഷൻ വിട്ടോ, ഞാൻ പ്രിപ്പയർഡാ. ഓക്കെ, ഞാൻ ജനറൽ അവയർനെസ് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, മെയിൻസിനും വേണ്ടി ഞാൻ പ്രിപ്പയർഡാ. പ്രിലിംസ് ഒക്കെ ഞാൻ ഈസി ആയിട്ട് ചാടി കിടക്കും, മെയിൻസിന് വേണ്ടി ഞാൻ ജനറൽ അവയർനെസ് GA ഒക്കെ പഠിച്ച് സെറ്റാ എന്നും പറഞ്ഞ് നെഞ്ചും വിരിച്ച് എക്സാം ഹാളിലേക്ക് പോവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ടൈം നിങ്ങൾക്ക് ഉണ്ട് ഇപ്പോ, ഇനിയും വൈകിട്ടില്ല. അതിനുള്ള ടൈം നിങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ഉണ്ട്, ഇനിയും വൈകിട്ടില്ല മക്കളെ. ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങ്. നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് മോട്ടിവേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക ഡിമോട്ടിവേറ്റ് ചെയ്യാൻ. എന്തൊക്കെയാ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാം നടക്കുമോ ഇല്ലയോ, പഠിച്ചാൽ ജോലി കിട്ടുമോ, എന്തിനാണ് ഇതൊക്കെ ആലോചിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളിലാണ് ഒരു കോൺഫിഡൻസ് ഉണ്ടാവേണ്ടത്. എനിക്ക് ഒരു കാര്യം സാധിക്കുമെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അല്ലാതെ ആരാണ് നമ്മളെ വിശ്വസിക്കുക? നിങ്ങളെ കുറിച്ച് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിയുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സും എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് അറിയാം. അത് മനസ്സിലാക്കുക, എന്നിട്ട് ഒരു ദൃഢനിശ്ചയം എടുക്കുക, എന്നെ കൊണ്ട് സാധിക്കും, ബാക്കി ആര് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ ബാങ്ക് എക്സാംസിന് ഞാൻ പ്രിപ്പയർ ചെയ്യാണ്, ഞാൻ പഠിക്കാൻ പോവാണ്, എക്സാം എന്തായാലും നടക്കും. ഒരു വേക്കൻസി മതി എനിക്ക് ജോലി കിട്ടാൻ, ശരിയല്ലേ? ഒറ്റ വേക്കൻസി മതി നിങ്ങൾക്ക് ജോലി കിട്ടാൻ. 1000 വേക്കൻസി വേണോ? അതാണ് കോൺഫിഡൻസ്, അതാവണം നിങ്ങളും. ഒറ്റ വേക്കൻസി മതി, ആ ഒറ്റ വേക്കൻസിക്ക് വേണ്ടി ഞാൻ പഠിക്കും. മറ്റുള്ളവർക്ക് കിട്ടണ്ട, എനിക്ക് കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എനിക്ക് ജോലി കിട്ടാനാ. അത് നിങ്ങൾ ഉണ്ടാവണം. വേക്കൻസി കൂടുവോ, കട്ട് ഓഫ്, ഇതിനെ കുറിച്ചൊക്കെ എന്തിനാണ് ആലോചിക്കുന്നത്? നോട്ടിഫിക്കേഷൻ വരട്ടെ, അപ്ലൈ ചെയ്ത് ഞാൻ എക്സാം എഴുതും, ബാക്കിയൊക്കെ സെക്കൻഡറി. ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ പഠിക്കണം. ഇനിയും വൈകിട്ടില്ല, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് ഒപ്പം മെയിൻസിന്റെ പഠനം കൊണ്ടുപോകണം. നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും. മക്കളെ, വീണ്ടും ഞാൻ പറയുന്നു, 2025-26 വർഷത്തിൽ ഒരുപാട് വേക്കൻസീസ് ഫില്ല് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എക്സാം കുറച്ച് വൈകിട്ടായാലും നമുക്ക് ജോലി കിട്ടിയാൽ പോരെ. അത്ര ഒരുപാട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കൊല്ലം ഒന്നും വൈകില്ല. ചിലപ്പോ വൈകാണെങ്കിൽ ഒരു 10-20 ദിവസം അങ്ങോട്ട് നീളും. മാക്സിമം പോയാൽ ഒരു 30 ദിവസം, 1 മാസം. അതല്ലാതെ 6 മാസം 7 മാസം ഒന്നും ഒരിക്കലും ഡിലേ ആവില്ല. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ചിലപ്പോൾ നാളെ നോട്ടിഫിക്കേഷൻ വരാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരാം. നമുക്കിതിനെ കുറിച്ച് അറിയില്ല.
ഇതൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാ. അത് അതിന്റെ വഴിക്ക് വിട്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യം എന്താ? ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നന്നായിട്ട് ഇരുന്ന് പഠിക്കാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നിങ്ങൾ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അകലം പാലിക്കാം. നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന, നിങ്ങൾക്ക് ധൈര്യം തരുന്ന, നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പഠിച്ച് എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് എഴുതുക. ഓക്കെ, അപ്പൊ എക്സാം എന്തായാലും നടക്കും. 100%, 150%, 1000% ഉറപ്പാ എക്സാം നടന്നിരിക്കും മക്കളെ. നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. കേരളത്തിൽ ഒരു കേരള ഗ്രാമീൺ ബാങ്കേ ഉള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിയും. ഇവിടെ മെർജിങ് ഒന്നുമില്ല. ഇവിടെ ഓൾറെഡി ഉള്ള വേക്കൻസി കൂടെയുള്ളൂ, കുറയില്ല. അതിന്റെ വഴിക്ക് വിട്ടേക്ക്. ആ കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. എന്തായാലും നോട്ടിഫിക്കേഷൻ വരട്ടെ, സന്തോഷത്തോടു കൂടി അപ്ലൈ ചെയ്യാം. സന്തോഷത്തോടു കൂടി എക്സാം എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ടിരുന്ന് പഠിക്കണം. നാളെ ആലോചിച്ച് വിഷമിക്കാനായിട്ട് ഇട വരുത്തരുത്. ഇത്രയും നല്ല അവസരം നിങ്ങൾക്ക് ഇനി കിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കാം. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കണം, കേട്ടല്ലോ? ഓക്കെ, അപ്പൊ എല്ലാവരുടെയും കുറച്ചൊക്കെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പഠിക്കുക, ഇരുന്ന് പഠിക്കുക, ഒട്ടും സമയം കളയരുത്. ടൈം ഒട്ടും കളയാതിരുന്ന് പഠിക്കുക. ഇപ്പൊ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക, വൈകിട്ടില്ല. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും നമുക്ക് ടൈം കുറച്ചേ വരുള്ളൂ. നമുക്ക് പ്രിലിംസ് പാസ്സാവണം, മെയിൻസ് പാസ്സാവണം, ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഈ കടമ്പകളൊക്കെ ചാടിക്കടക്കണ്ടേ? അപ്പൊ നല്ല ഉഷാറായിട്ടിരുന്ന് എല്ലാവരും പഠിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നോളും. എന്തായാലും എക്സാംസ് നടക്കും. അതാലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. നമ്മളുടെ എജു ഫെസ്റ്റ് നടക്കുകയാണ് 2025. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അതിന് തന്നെ ആ 3 പേരിൽ ഒരാളാകാം. തിരഞ്ഞെടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് SSC RRB ബാങ്ക് ഗോൾഡ് കോഴ്സുകളിൽ 50% ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്. ഓക്കെ, നമ്മളുടെ ക്ലാസ്സുകളിൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെക്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡൗട്ട് ക്ലിയറൻസ് സപ്പോർട്ട്, ഫുൾ സിലബസ് എന്തായാലും കവർ ചെയ്യും. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനിയും സമയം വൈകിട്ടില്ല. നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ വരും. മക്കളിരുന്ന് പഠിക്കുക. പഠിച്ചാൽ മാത്രമേ നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യുള്ളൂ. ഭാഗ്യം കൊണ്ട് ഒരാൾക്കും എന്ത് കിട്ടിയിട്ടില്ല, ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അവര് എന്ത് എഴുതിയിട്ടുണ്ടാവും? ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഒപ്പം ഭാഗ്യത്തിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടാവും. ക്ലിയർ അല്ലേ? പഠിക്കാതെ ഒരാളും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കാം. അപ്പൊ ഇനി വരുന്ന ഡിമോട്ടിവേറ്റ് ചെയ്യാനുള്ള ന്യൂസുകള്, കാര്യങ്ങൾ എല്ലാത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക? അകലം പാലിക്കാം. SBIയും വിളിക്കും, IBPSും വിളിക്കും, കേരള ഗ്രാമീൺ ബാങ്കും വിളിക്കും, അതായത് RRB ബാങ്ക്സും വിളിക്കും. ഇൻഷുറൻസ് കമ്പനികളും അതേപോലെ ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകളുണ്ട്. ഇവിടേക്ക് എല്ലായിടത്തേക്കും ഈ കൊല്ലം റിക്രൂട്ട്മെന്റ് നടക്കും. ധൈര്യമായിട്ടിരുന്ന് പഠിക്കാം. പഠിച്ചാൽ മാത്രമാണ് ഈ വർഷം നിങ്ങളുടേതാവുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കാം. എക്സാം ഒക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. അപ്പൊ ഇനി സംശയങ്ങൾക്ക് ഒന്നും ഒരു ഇതുമില്ല. നമുക്ക് ലക്ഷ്യം? ബാങ്കിൽ ജോലി. നമ്മൾ ആഗ്രഹിക്കുന്ന ബാങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ ആ ജോലിയാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ മക്കളെ ഒട്ടും ടൈം കളയണ്ട, ഇരുന്ന് പഠിച്ചോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ കൂടെ ആരുണ്ട്? എൻട്രിയുടെ ഫുൾ ടീമും നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, താങ്ക് യു.